ഞാൻ തൊൽഹത്ത് റോയൽ കസ്റ്റമർ മോട്ടോഴ്സ് കാവന്നൂർ. ഇന്ന് കാണിക്കുന്നത് CNG ആണ് കേട്ടോ. CNG വണ്ടിയാണ്, അതായത് ക്രാങ്ക് വെയിറ്റ് ഇല്ലാത്ത വണ്ടിയാണിത്. നോർമൽ ക്രാങ്ക് വെയിറ്റ് ആണ്, കമ്പനി ഇറങ്ങിയിട്ടുള്ള ക്രാങ്ക് വെയിറ്റ്, അതായത് ഹെവി ക്രാങ്ക് വണ്ടിയല്ല. ഇതിൻ്റെ ഒരു ജസ്റ്റ് റിവ്യൂ ആണ് ഞാൻ തരുന്നത്. ഇതിൻ്റെ നമ്മളടുത്തേക്ക് വന്ന കംപ്ലയിൻറ്റ്സ് എന്തായിരുന്നു വെച്ചാൽ, ഇത് വണ്ടി നിർത്തിയിട്ട് വണ്ടിയായിരുന്നു, കുറേ ലോങ് ടൈമായിട്ട് നിർത്തിയിട്ട് പാർക്ക് ചെയ്ത വണ്ടിയായിരുന്നു, ഉപയോഗം കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ മുമ്പുള്ള വീഡിയോയിലൊന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, സിലിണ്ടറിൽ നമ്മൾ പാർക്ക് ചെയ്യുന്ന സമയത്ത് എന്തായാലും വണ്ടി ഹെഡ് സ്പാർക്ക് പ്ലഗ് അയച്ചതിന് ശേഷം അതിലേക്കൊരു കുറച്ച് ഓയിൽ, ഒരു 30-50 ml ഓയിൽ ഒഴിച്ച് കിക്ക് ചെയ്ത് വെക്കാവും. അതല്ലെങ്കിൽ സിലിണ്ടറിൻ്റെ ബോർ റെസ്റ്റ് ആവും. ആ റെസ്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്മോക്ക് വരും കേട്ടോ. വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത് സ്മോക്ക് വരും. അപ്പോൾ സിലിണ്ടർ കംപ്ലീറ്റ് കംപ്ലൈൻ്റ് ആവും. സിലിണ്ടർ പിന്നെ മാറ്റേണ്ടി വരും. കാരണം സിലിണ്ടർ ബോർ ചെയ്യുക എന്നുള്ളത് അത്ര തന്നെ പ്രാക്ടിക്കലല്ല എങ്കിലും സിലിണ്ടർ മാറ്റിയ ഏറ്റവും നല്ല മെത്തേഡ് കേട്ടോ. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അത് ശ്രദ്ധിക്കുക. അവർ കംപ്ലൈൻ്റ് ആയിരുന്നുണ്ടായിരുന്നു. പിന്നെ വാൽവിൻ്റെ ഗൈഡ് പോയിരുന്നു. അപ്പോൾ അതിന് നിർത്തിയിരുന്ന വാൽവിൻ്റെ ഗൈഡ് ഓയിൽ നമ്മുടെ ഹെഡിലേക്ക് വല്ലാതെ ഓയിലടിച്ച് കയറിയിരുന്നു ടോപ്പിൽ നിന്ന്. ആ ഒരു പ്രശ്നമൊക്കെ അതിന് വണ്ടിക്ക് ഉണ്ടായിരുന്നു. അപ്പം കംപ്ലയിൻസ് ഒക്കെ തീർന്നിട്ടുണ്ട്. അത് നമുക്കിതൊന്ന് ഓടിച്ച് നമ്മൾ ഹെവി ക്രാങ്ക് വണ്ടി മാത്രമാണ് കൂടുതലായിട്ട് നമ്മളിപ്പം ചെയ്ത്. അപ്പം ക്രാങ്ക് വെയിറ്റുള്ള നോർമൽ കണ്ടീഷനിലുള്ള വണ്ടി നമ്മൾ വീഡിയോ ചെയ്തിട്ടില്ല. പഴയ മോളുള്ള വണ്ടി. ഇപ്പോൾ ക്രാങ്ക് വെയിറ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ടച്ച് സ്റ്റാർട്ടും ചിലപ്പോൾ ഈ സമയത്ത് പോസിബിൾ ആയിരിക്കില്ല. കുറച്ച് ഒരു പവർ കൊടുത്തിട്ട് നമുക്ക് ക്രാങ്ക് വെയിറ്റ് ഇല്ലാത്ത വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. ടച്ച് സ്റ്റാർട്ടാണ് ഇപ്പോൾ ക്രാങ്ക് വെയിറ്റുള്ള വണ്ടിമാരനെ ജസ്റ്റ് കിക്കിൽ കാല് വെച്ചാൽ ചില സമയത്ത് സ്റ്റാർട്ട് ആയിക്കൊള്ളാം, ആവില്ല എന്നുള്ളതല്ല. പക്ഷേ ക്രാങ്ക് വെയിറ്റ് ഉള്ളതിൻ്റെ അത്ര എഫക്റ്റീവ് ആയിരിക്കില്ല സ്റ്റാർട്ടിങ്. അപ്പോൾ എക്സോസ് നോട്ട് അത്ര ബാസി നോയ്സ് ആയിരിക്കില്ല. എക്സോസ് നോട്ട് ഉണ്ടാവും, പങ്ക് കേൾക്കുന്നുണ്ടാവും വിചാരിക്കുന്നു. ഇത് മുഴക്കമുള്ള ശബ്ദം ഉണ്ടാവില്ല. എപ്പോഴും എൻ്റെ ഒരു അഭിപ്രായത്തിൽ CNG വണ്ടി എടുക്കുകയാണെന്നുള്ള ക്രാങ്ക് വെയിറ്റിൽ വണ്ടി എടുത്താൽ നമുക്ക് പഞ്ച് കിട്ടുള്ളൂ. ഒരു ബുള്ളറ്റ് ഓടിക്കുക, ഒരു പഴയ വണ്ടി ഓടിക്കുക എന്നുള്ളത് മാത്രമാണ് ഉദ്ദേശിച്ചെങ്കിൽ കുഴപ്പമില്ല, വണ്ടി ഓടിക്കുന്നത് കുഴപ്പമൊന്നുമില്ല. പക്ഷേ കുറച്ച് ക്രാങ്ക് വെയിറ്റ് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ലോ ആൻഡ് ടോർക്ക് ശരിക്കും അനുഭവിച്ചറിയാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ ഒരു ഹൈ സ്പീഡ് പെട്ടെന്നൊക്കെ സ്പീഡ് എടുക്കും എന്നുള്ളതല്ലാതെ ബുള്ളറ്റിൻ്റെ ഒരു ഫീൽ ഈ വണ്ടി കിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ഇത് ഞാൻ പില്ലം റൈഡർ ഉണ്ട്, ബാക്കിൽ റൈഡർ ഉണ്ട്, സോളോ റൈഡിങ് എല്ലാം ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നോക്കുക. ഞാനിപ്പോൾ സ്ഥിരമായിട്ട് കേട്ടം തന്നെയാണ്. 40 സ്പീഡിലാണ് ഇപ്പോൾ പോകുന്നത്. വെയിറ്റില്ലാത്ത വണ്ടി കുറച്ച് പവർ ഡെലിവറി കുറച്ച് കൂടും. അതായത് കിക്ക് ആക്സിലേഷൻ, കിക്ക് ത്രോട്ടിൽ പെട്ടെന്ന് വണ്ടി എടുത്ത് പോകും കേട്ടോ, ക്രാങ്ക് വെയിറ്റ് ഇല്ലാത്ത വണ്ടി. അപ്പോൾ മറ്റേ ക്രാങ്ക് വെയിറ്റ് അനുസരിച്ച് ഹൈ സ്പീഡ് കുറയും, അതും ഒരു വാസ്തവമാണ്. നമ്മൾ വണ്ടി ഓടിക്കാൻ ഇത്തിരി കയറ്റം കയറ്റിയിട്ടാണ് ശരിക്കും നോർമൽ കണ്ടീഷനിൽ ഏത് സ്പീഡിൽ പോകുന്നതനുസരിച്ചുള്ള വണ്ടിയുടെ പിക്കപ്പ് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത് കേട്ടോ. ഇപ്പോൾ ടോപ്പ് ഗിയറിൽ കയറ്റം കയറി പോകുന്നുണ്ടോ എന്നുള്ളതാണ് നോക്കുക. ഞാനിതിൽ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്, ഈ വീഡിയോ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ ഒരു ലോ ആൻഡ് ടോർക്ക് കാണിച്ചു തരാണ്. സാധാരണ വണ്ടി 30-35 സ്പീഡിൽ സെറ്റായ വണ്ടിക്ക് 25-30 സ്പീഡിൽ വരെ പോകും ക്രാങ്ക് വെയിറ്റുള്ള വണ്ടി. അപ്പോൾ നമ്മൾ ഈ നോർമൽ വെയിറ്റുള്ള വണ്ടി എത്രത്തോളം പോകുന്നുള്ളതാണ് നിങ്ങൾ കാണിച്ചു തരാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് കാര്യങ്ങൾ പറയുന്നത് മാത്രം. കാരണം ഇത് ഒരു UC സ്റ്റാൻഡേർഡിൻ്റെ ആ ഒരു കാറ്റഗറിയിൽ UC സ്റ്റാൻഡേർഡ് 10.5 കിലോ വെയിറ്റ് ഉണ്ടെങ്കിലും കൂടെ ആ ഒരു എന്താ പറയുക, ആ ഒരു ഇതിലും പെടുത്താൻ പറ്റില്ല വണ്ടിയിലോ. എൻ്റെ ടോർക്ക് എത്ര നോക്കാം എന്നിട്ട് പറയാം ബാക്കിയുള്ള കാര്യങ്ങൾ.
പക്ഷേ കുറച്ചും കൂടെ ഒക്കെ ഒന്ന് പെർഫോമൻസ് ബേസ് നോക്കുകയാണ് കുറച്ചുകൂടെ നല്ല ക്രാങ്ക് വെയിറ്റുള്ള വണ്ടി, വെയിറ്റ് ഇല്ലാത്ത വണ്ടി തന്നെയാണ്. വീഡിയോ ചെറിയൊരു ലാഗ് പറ്റിയിട്ട് കാരണം പിന്നെ SD കാർഡ് ഫുള്ളായിപ്പോയി. അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചില്ല, അറിയാതെ റെക്കോർഡായി പോകുന്നു. അപ്പം കുറച്ച് കട്ടായിട്ടായിരിക്കും വരിക. നമ്മൾ പറഞ്ഞുകൊണ്ട് വരുന്നത് ഇതിൻ്റെ ടോർക്ക് കാണിച്ചു തരിക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. എത്രത്തോളം ടോർക്കിൽ എൻ്റെ ടോർക്ക് എത്രത്തോളം ലോ സ്പീഡിൽ പോകുന്നത്, അത് ടോപ്പ് ഗിയറിൽ എത്രത്തോളം ലോ സ്പീഡിൽ പോകും, ഗിയർ മാറ്റാതെ എത്രത്തോളം വണ്ടി കൊണ്ടെടുക്കാൻ പറ്റുന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ടോർക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ അതാണ് ഉദ്ദേശിക്കുന്നത്, അതാണ് അതിൻ്റെ ഉദ്ദേശം. ലോൻ്റെ ടോർക്ക് എന്ന് പറഞ്ഞാൽ മനസ്സിലാത്തവർക്ക് പറയുന്നത് മാത്രം. അടിക്കടി ഗിയർ മാറ്റാതെ വണ്ടി കൊണ്ടുപോകേണ്ട അവസ്ഥയെക്കുറിച്ചാണ്. അത് പഴയ വണ്ടിക്കുള്ള ഏറ്റവും അഡ്വാൻറ്റേജ് അത് തന്നെയായിരുന്നു. അതെല്ലാ വണ്ടിക്കും ഇല്ല എന്നുള്ള, പഴയ വണ്ടി CNG വണ്ടി എടുത്ത് എല്ലാ വണ്ടി അതേമാതിരി നമുക്ക് സ്ലോ സ്പീഡിൽ പോകാൻ പറ്റില്ല. അപ്പോൾ അത് ക്രാങ്ക് വെയിറ്റുള്ള വണ്ടിക്ക് മാത്രമേ പറ്റുള്ളൂ. ക്രാങ്ക് വെയിറ്റ് ഇല്ലാത്ത വണ്ടികളുണ്ട് മാർക്കറ്റിൽ. മിക്കവാറും കൂടുതൽ വണ്ടിയും ക്രാങ്ക് വെയിറ്റ് കൂട്ടിയ വണ്ടികളായിരിക്കാം. എന്നാലും നല്ല രീതിയിൽ കൂട്ടിയ വണ്ടിയൊക്കെ നല്ല പെർഫോമൻസ്, കമ്പനി ക്രാങ്കിനേക്കാളും പെർഫോമൻസ് വരുന്ന വണ്ടികളൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ചെറിയൊരു ഇറക്കം കഴിഞ്ഞ ഉടനെ തന്നെ ഒന്ന് സ്ലോ ഡൗൺ ചെയ്തിട്ട് ഇതിൻ്റെ ടോർക്ക് നോക്കുകയാണ് കേട്ടോ. വൈകിട്ടായിട്ടുണ്ട് എന്നാലും ഞാനിപ്പോൾ സ്ലോ ഡൗൺ ചെയ്തു. മാക്സിമം ഇടിക്കുന്നുണ്ട് നോക്കുക, ശരിക്കും ചെറിയ ഇടിക്കുന്നുണ്ട് വണ്ടി. പക്ഷേ ഒരു 40 നിയർ ബൈ 35 അപ്പോൾ ഓക്കെയാണ്. നോക്കുക, ഇപ്പോൾ സ്ലോ ഡൗണിലാണ് വണ്ടി. വിത്ത് പില്ലൻ റൈഡറാണ് വണ്ടി പോകുന്നത്, സോളോ റൈഡല്ല. അപ്പോൾ 35 നിയർ 40, അതായത് 35 to നിയർ 40 മാത്രമേ ഈ വണ്ടി ലോ സ്പീഡിൽ പോകുന്നുള്ളൂ. അതാണ് ഇതിൻ്റേത്. ബാക്കിയുള്ളത് 30, 25, 30 ഒക്കെ പോകും. ഹൈ ഗിയറുള്ള വണ്ടി, അതായത് ക്രാങ്ക് വെയിറ്റുള്ള വണ്ടി കേട്ടോ. തേർട്ടിയിലൊക്കെ ശരിക്കും വണ്ടി കുത്തി കളിക്കുന്നുണ്ട് കേട്ടോ. ചെറുങ്ങനെ ഇടിക്കുമെങ്കിലും കൂടെ വണ്ടിയിൽ തന്നെ നമുക്ക് ഗ്രാജുവലി വണ്ടി എടുത്ത് സ്പീഡിൽ പോകാൻ പറ്റുന്നുണ്ട്. ഇടിച്ച് നിൽക്കുന്നൊന്നുമില്ല, എന്നാലും ചെറിയ ഒരു വണ്ടി അല്ലാതെ ഇടിച്ച് കളിക്കും, ഓഫായി പോകുന്നൊന്നുമില്ല. അതാണിപ്പോൾ ക്രാങ്ക് വെയിറ്റ് ഇല്ലാത്ത CNG പഴമുള്ള വണ്ടി ഉള്ള ഒരു പിന്നെ പെർഫോമൻസാണ് ഞങ്ങൾ കാണിച്ചു തന്നത്. പിന്നെ ഒരു വണ്ടി കഴിയുന്നതും യൂസ്ഡ് മാർക്കറ്റ് പോയിട്ട് ക്രാങ്ക് വെയിറ്റിൽ വണ്ടി തന്നെ എടുക്കുക. പിന്നെ ബാക്കിയുള്ളവർക്ക് എടുക്കുന്ന ക്രാങ്ക് വെയിറ്റ് ഉള്ള വണ്ടി തന്നെ എടുത്തു കഴിഞ്ഞാൽ എൻജിൻ ഫിറ്റായുള്ള വണ്ടികൾ തന്നെ എടുക്കാൻ നോക്കുക കേട്ടോ. കാരണം തുടക്കക്കാർക്കൊക്കെ നമ്മൾ സാധാരണ ഇതിൽ വണ്ടിയൊക്കെ എടുത്തിട്ട് പണിയാന്ന് പറഞ്ഞാൽ അപ്പോഴത്തെ കാര്യം നല്ല എക്സ്പെൻസീവാണ്. മാത്രമല്ല പ്രോപ്പറായിട്ട് വർക്ക് എടുക്കുന്ന ഇൻഡസ്ട്രിയൽ വർക്കേഴ്സും മെക്കാനിക്സും കുറവാണ്, അതും ഒരു വാസ്തവമാണ്. പഴയ ആളുകളൊന്നും ഇപ്പം, അതായത് ഏബിളായിട്ടുള്ള പഴയ ആളുകളൊന്നും ഇപ്പോൾ വർക്ക് എടുക്കാൻ ഇപ്പം നിലവിൽ വളരെ കുറവാണ്, റെയറാണ്. അപ്പോൾ അതിൻ്റെ പ്ലസ് മൈനസൊക്കെ മനസ്സിലാക്കി എടുക്കുന്ന എക്സ്പീരിയൻസിൽ മാത്രം ചെയ്ത് ഫലിപ്പിക്കേണ്ട ഒരു പണിയാണ് CNGൻ്റെ വർക്ക് എന്ന് പറഞ്ഞാൽ. അല്ലാതെ എവിടെയെങ്കിലും പോയിട്ട് ഒരു യൂട്യൂബ് നോക്കിയിട്ടോ മറ്റോ എടുത്തിട്ട് കറക്റ്റ് പെർഫെക്റ്റ് ആക്കി എടുക്കാൻ പറ്റിയൊരു വർക്കല്ല ഈ CNG. അതിൻ്റെ എക്സ്പീരിയൻസ് വരുന്ന ഒരു മാനദണ്ഡമാണ്. എടുക്കുന്ന സമയത്ത് കഴിയുന്നു ക്രാങ്ക് വെയിറ്റിൽ വണ്ടി എടുത്താൽ ഞങ്ങൾക്ക് ബുള്ളറ്റിൻ്റെ ഒരു പഞ്ച് അനുഭവിച്ചറിയാൻ കഴിയും. അതല്ല ഒരു പഴയ വണ്ടി CNG ഓടിക്കുന്ന ഒരു ഫീല് മാത്രം മതി എന്നുള്ള ഓക്കെ അല്ല, വണ്ടി ആവാവുന്നതാണ്. ഇപ്പോൾ വെയിറ്റില്ലാത്ത വണ്ടിക്ക് കുറച്ച് ഓവർടേക്കിംഗ് എബിലിറ്റി കുറച്ച് കൂടും കേട്ടോ. പെട്ടെന്ന് ആക്സിലേഷൻ ത്രോട്ടിലൊക്കെ എടുത്ത് കുറച്ചുകൂടെ പെർഫോമൻസ് ആയിട്ട് എടുത്ത് പോകാൻ പറ്റും വെയിറ്റില്ലാത്ത വണ്ടി. അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോയുമായി നാളെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.